ഹായ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു എനിക്ക് കൂട്ടി കയറ്റാന്ന്. ഡോഗിനെ കൂട്ടി കയറ്റാൻ പഠിപ്പിക്കും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ നമുക്ക് ആദ്യം ഡിങ്കനെ നമ്മള് കൂട്ടി കയറി ഡിങ്കൻ. ഓക്കെ, അപ്പോ ഡിങ്കനെ അറിയാം, ഓൾറെഡി അവനെ അറിയാം. അവന് അകത്ത് റൂമിനകത്ത് ക്രേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ഓൾറെഡി അവനെ അറിയാം. എന്തായാലും ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. മറ്റേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം നമുക്കത് കാണിക്കാം. അപ്പൊ നമ്മൾ അവനെ പഠിപ്പിക്കുന്ന സിറ്റ് ഡൗൺ, വെയിറ്റ്, ഫുഡ് വെയിറ്റ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. ബട്ട് ഇങ്ങനെ നമുക്ക് അതൊന്ന് ട്രൈ വെച്ച് നോക്കാം. സിറ്റ് ഡൗൺ, ഡിങ്കൻ ഡൗൺ, സ്റ്റേ, നോ, ഡൗൺ, ഡൗൺ, സ്റ്റേ. ഓക്കേ. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഡിങ്കന അതിന് ശേഷം നമ്മൾ വർക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഡിങ്കന അന്ന് ഈ വീഡിയോക്ക് വേണ്ടി വർക്ക് ചെയ്തല്ലാതെ പിന്നെ വർക്കൊന്നും ചെയ്തിട്ടില്ല. ശരിക്കും നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കണം അല്ലേ? ശരിക്കും പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് ഡെയിലി അത് ഒരു റൂട്ടീൻ പോലെ ചെയ്യണം അല്ലേ? ചെയ്തോണ്ടിരിക്കണം. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും അവന് ചെയ്യുന്നില്ല. ഇതെല്ലാം ഈ വീഡിയോ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം അവൻ നമ്മൾ കറക്റ്റ് ചെയ്ത് ഡെയിലി വർക്ക് ചെയ്യും. അപ്പൊ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് അവന് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഡൗൺ, ഡൗൺ, വെയിറ്റ്. നോ. അപ്പൊ ഈ നോ എന്നുള്ള കമാൻഡ്സ് ഞാൻ എന്നെ പറഞ്ഞില്ലായിരുന്നോ? അത് കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാല് അവന് മനസ്സിലാവുമല്ലോ. ഡൗൺ, ഡൗൺ, അപ്പൊ സൗണ്ട് ഇച്ചിരി ഉറക്കെ പറഞ്ഞോളൂ. അപ്പൊ ഇവിടെ സൗണ്ടിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. കാരണം അപ്പുറത്തെ വീട്ടിലെ വർക്ക് കിടക്കുവാണ്. അപ്പൊ അതിന്റെയൊക്കെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഡിങ്കൻ എടുത്തേ. നോ എന്ന് പറഞ്ഞ നോ. ഡിങ്കൻ സിറ്റ്, വെയിറ്റ്, വെയിറ്റ്. അപ്പൊ ഡിങ്കൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ത്രോ ചെയ്ത് കൊടുക്കുക ആ സ്ഥലത്തോട്ട്. ഞാൻ പറഞ്ഞിട്ട് ഡൗൺ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തായിരുന്നാലും അല്ലാതെ നമ്മളിപ്പം സിറ്റ് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്താലും നമ്മൾ റിവാർഡ് വിളിച്ചല്ല കൊടുക്കുന്നത്, അവിടെ ത്രോ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പം ഡിങ്കനെ നമുക്ക് കൂട്ടിക്കയറാൻ പഠിപ്പിച്ചാൽ അപ്പൊ നമുക്ക് അതിനൊരു കമന്റ്സ്, ഒരു കമന്റ് നമുക്ക് കൊടുക്കാം. ബോക്സ് എന്ന് കൊടുക്കാം. എന്താ ഇപ്പൊ ഒരു ബോക്സ് ആണത്. അപ്പൊ ബോക്സ് എന്നുള്ളൊരു കമന്റ് നമുക്ക് കൊടുക്കാം. അത് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലേ? കൂട്ടിൽ മാത്രമല്ലല്ലോ. എന്താണ് നമ്മളെ കേജിൽ യൂസ് ചെയ്യാം. നമ്മളെ ട്രാവലിംഗ് ബോക്സ് ഉണ്ടല്ലോ, ട്രാവലിംഗ് ക്രൈറ്റിൽ യൂസ് ചെയ്യാം. ഇതിനകത്തെ കേജിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ ഡിങ്കനെ നമ്മൾ ലീഷ് ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ലിവർ ഇരിക്കുന്നോണ്ട് ഇപ്പൊ ഡിങ്കൻ കയറുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും പപ്പിയെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഡിങ്കൻ ബോക്സ്, യെസ്, ഓക്കേ. ഡിങ്കൻ ബോക്സ്, ബോക്സ്, നോ. ഡിങ്കൻ ബോക്സ്, യെസ്. ഡിങ്കൻ അപ്പൊ ഞാൻ ലീഷ് റിമൂവ് ചെയ്യാം. ഡിങ്കന്റെ ലീഷ് ഇന്ന് റിമൂവ് ചെയ്യാം. നമുക്ക് ബോക്സ് എടുക്കുമ്പോൾ അവന് ഭയങ്കര ഡിസ്റ്റർബ് ആണ്. ഡിങ്കൻ ബോക്സ്, ബോക്സ്, നോ. ബോക്സ്, 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 ബോക്സ്. ഡിങ്കൻ ബോക്സ്, ഡിങ്കൻ ബോക്സ്, യെസ്. സൂപ്പർ ബോയ്. ഡിങ്കനെ ചെറിയ ക്രൈറ്റ് ആണല്ലേ. ഡിങ്കൻ ബോക്സ്, ഓ ബോക്സ്, ബോക്സ്, ഓക്കെ. ഡിങ്കൻ ബോക്സ്. അപ്പൊ ഇങ്ങനെ കയറി കഴിഞ്ഞാല് ശരിക്കും ആ ഒരു 3-4 പ്രാവശ്യം ഉണ്ടെങ്കിൽ അവന് കയറാണ് പിന്നെ ടെൻഡൻസി ഉണ്ടാവും. ഡിങ്കൻ ബോക്സ്, ബോക്സ്, യെസ്. സൂപ്പർ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇങ്ങനെ പിന്നെ നമുക്ക് ബോക്സ്, ഡിങ്കൻ ബോക്സ്, യെസ്, ഗുഡ് ബോയ്. അപ്പൊ ആ യെസ് എന്നുള്ള കമാൻഡ്സ് കൂടെ നമുക്ക് ഇതിൽ കൊടുക്കാം. യെസ് കറക്റ്റ് ആണെങ്കിൽ യെസ്, ഇല്ലെന്നുണ്ടെങ്കിൽ നോ എന്നുള്ള, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ എന്നുള്ള കമന്റ്സ് കൂടെ കൊടുക്കാം. ഡിങ്കൻ ഓക്കേ. ഡിങ്കന് ഒരു റിവാർഡ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം. അപ്പൊ അതിൽ കൂടുതൽ റിവാർഡ് നമുക്ക് ഇവിടെ കൊടുക്കണം അല്ലേ? ഓക്കെ. ഡിങ്കൻ ബോക്സ്, ബോക്സ്, നോ, ബോക്സ്, ബോക്സ്, ഓക്കേ, ബോക്സ്, യെസ്, സൂപ്പർ.
ഇപ്പം ഡിങ്കൻ അതിനകത്ത് സിറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ അവൻ അവിടെ റിവാർഡ് കിട്ടുന്നുണ്ട്. ഇച്ചിരി വെയിറ്റ് ചെയ്യിപ്പിക്കണല്ലോ അവിടെ. ചെയ്യിക്കണം. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കിപ്പം ഡോഗിനെ കേജിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ആയിരുന്നാലും ശരി തന്നെ അവിടെ സിറ്റ് ചെയ്തിട്ട് വെയിറ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇറക്കാൻ പറ്റും. ചില ഡോഗ്സ് കൂട് തുറക്കുമ്പോൾ തന്നെ നമ്മളെ ഇടിച്ചിട്ട് ചാടാൻ നോക്കും. അപ്പൊ അതിനേക്കാൾ നല്ലത് സിറ്റ് പറഞ്ഞ് വെയിറ്റ് പറഞ്ഞിട്ട് ഡിങ്കൻ ഓക്കെ ഓക്കെ റിവാർഡ് ഞാൻ അവിടെ കൊടുക്കുന്നു. അതിന് കൂടുതൽ റിവാർഡ് നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഡിങ്കൻ ബോക്സ് ഡിങ്കൻ ബോക്സ്. ഇപ്പം ഞാൻ എന്റെ കൈയുടെ ഡിസ്റ്റൻസ് കൂട്ടി കൊണ്ടുവരുവാ. ആദ്യം ഞാൻ അതിനകത്ത് കൊടുത്തു. ഡിങ്കൻ ഓക്കെ ഡിങ്കൻ ബോക്സ് ബോക്സ് ബോക്സ്. ഇപ്പൊ ഡിങ്കൻ ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്. അതിനനുസരിച്ച് അവന് മനസ്സിലായി. അതിനകത്ത് കയറുമ്പോഴേ ഉള്ളൂ റിവാർഡ് കിട്ടുന്നത്. ഓക്കെ ഡിങ്കൻ 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 ബോക്സ് 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 ഡിങ്കൻ ബോക്സ് നൗ ബോക്സ് ഡിങ്കൻ ബോക്സ് ബോക്സ് ബോക്സ്. ഓക്കെ ഓക്കെ യെസ് യെസ് യെസ്. അവനവിടെ ഒരുപാട് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കുറെ പെട്ടെന്ന് ഒറ്റ ഇടിക്കേണ്ടതൊന്നും പെട്ടെന്ന് ക്ലിയർ ആവില്ല. സമയം എടുക്കും, ടൈം എടുക്കും. ഡിങ്കൻ ബോക്സ് 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 ബോക്സ്. ഓക്കെ ഇത് ഡെയിലി നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം ഡെയിലി ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇറക്കാനും കയറ്റാൻ. ഏത് സ്ഥലത്ത് നിന്നിട്ട് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ടൊന്നും ഓടിക്കയറും അല്ലേ. അല്ലെങ്കിൽ ഇപ്പം കേജ് അല്ലെങ്കിൽ പ്ലേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗം. അപ്പൊ പ്ലേസ് നമ്മൾ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ വേറെ മാറ്റ് എന്തെങ്കിലും എടുത്തിട്ടിട്ട് അതിലിരിക്കാൻ പഠിപ്പിക്കുന്നതാണ് പ്ലേസ് എന്നൊക്കെ പറയുന്നത്. ബട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അന്ന് ഞാൻ പഠിപ്പിച്ചതാണ്. ഇപ്പൊ സിറ്റ് ഡൗൺ ഒക്കെ ആള് സ്വന്തമായിട്ട് ചെയ്യുക. കാരണം എന്തിനാ കിട്ടുന്നത്? down down again down wait box box no box yes super good boy good boy good boy okay very nice boy again sit box 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 okay box നമുക്ക് വെയിറ്റ് ചെയ്യാം. കയറും നോക്കാം. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഓൾറെഡി പഠിച്ചല്ലോ അല്ലേ. ഓൾറെഡി അവനിപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി അവൻ റിവാർഡിന് വേണ്ടിയിട്ട് അത് ചെയ്യോ ഇല്ലേ നോക്കാം. ഡിങ്കൻ അവന് റിവാർഡിന് വേണ്ടിയിട്ട് ചെയ്യോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കണ്ട. ഓക്കെ യെസ് ഗുഡ് ബോയ്. അപ്പൊ ആക്ഷൻ ഇല്ലാണ്ട് പോലും അവൻ ആ റിവാർഡിന് വേണ്ടിയിട്ട് അവരുടെ മൈൻഡിൽ അത് കിടക്കും. എന്ത് ചെയ്തപ്പോഴാണ് റിവാർഡ് കിട്ടിയത്, എന്ത് ചെയ്തപ്പോഴാണ് കറക്ഷൻ കിട്ടിയത്, അതൊക്കെ അവരുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. അപ്പം ഡിങ്കൻ റിവാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിങ്കൻ ബോക്സ് ബോക്സ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അവനെ. അപ്പൊ അവൻ സ്വന്തമായിട്ട് നമുക്ക് ഇനിയും ചെയ്യുമെന്ന് നോക്കാം. എന്താ അവൻ സ്വന്തമായിട്ട് സിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. യെസ്. അപ്പൊ ആ ഒരു ടൈമാണ് കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ആ ക്ഷമ വേണം അല്ലേ. പഠിപ്പിക്കുന്ന ആൾക്ക് ക്ഷമമാണ്, അല്ലാതെ അവനെ വലിച്ചു കുത്തി അടിച്ചിട്ടൊന്നും ഒരു കഥയില്ല. ഓക്കെ ഗുഡ് ബോയ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം അവൻ എന്ത് ചെയ്യുമ്പോഴാണ് കൂട്ടിക്കെത്തുന്നത്. നിങ്ങൾ സിറ്റ് ചെയ്ത് നോക്കി. അപ്പൊ നമ്മൾ കമന്റ് പറയണ്ടേ? പറയണം. അവൻ ഇപ്പൊ തനിയെ കൂട്ടിക്കയറാൻ തുടങ്ങി. കാരണം അവർക്കറിയാം അതിന്റെ കൂടെ നമ്മൾ കമന്റ്സ് കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പൊ ആ കമന്റ്സിലോട്ട് ഫോക്കസ് ചെയ്യണം. ഡിങ്കൻ ഡിങ്കൻ കം സിറ്റ് ഡൗൺ ബോക്സ് യെസ് സൂപ്പർ ഗുഡ് ബോയ്. ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഡോഗിനെ കൂട്ടിക്കയറ്റാൻ പഠിപ്പിക്കുന്നത്? ചിലവര് ഇങ്ങനെ ഇപ്പൊ അടുത്തൊരു ഡോഗ് നമുക്ക് വന്നിട്ടില്ലായിരുന്ന ലാബ് ബ്ലാക്ക് അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അവള് കൂട്ടിക്കയറാൻ എന്തോ മടിയാ. ഇപ്പൊ സിമ്പിൾ ആയിട്ടില്ലേ കൂട്ടിക്കയറ്റാൻ. ഇപ്പൊ കണ്ടില്ലേ ഡോഗ് തനിയെ കൂട്ടി കയറിയിട്ട് റിവാർഡ് അവർ സ്വന്തമായിട്ട് റിവാർഡ് കണ്ടെത്തുവാണ്. ഓക്കെ സിറ്റ് സിറ്റ് ഡൗൺ ഡിങ്കൻ ഡൗൺ നോ ഡൗൺ വെയിറ്റ് ഡിങ്കൻ ബോക്സ് box no ഡിങ്കൻ box yes super boy
വെരി ഗുഡ് ബോയ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? പ്ലേസ് വേണമെങ്കിൽ പഠിപ്പിക്കാം. പ്ലേസ് പഠിപ്പിക്കാം അല്ലേ? ഇങ്ങനെ നമുക്കൊരു മാച്ച് ഇട്ടിട്ട് അവനൊരു പ്ലേസ് കൊടുക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.